കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് തിരുത്തി, കൽക്കട്ടാതീസ് തിരുത്തി, തെറ്റിപ്പോയി അവരെ പറഞ്ഞു. അതാണ് ചരിത്രം. ഭരണഘടന ഉണ്ടാക്കിയതിൽ കോൺഗ്രസിന് മാത്രം പങ്ക്, ഡോക്ടർ അംബേദ്കർ പങ്ക്, ഉണ്ടാക്കിയതിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു പങ്കുമില്ലെന്ന് മാത്രമല്ല, നെഹ്റു ഗവൺമെൻറ് അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ്, ഭരണഘടന ഉണ്ടാക്കിയതിനെ തടസ്സപ്പെടുത്തിയവരാണ് എന്ന് ഭരണഘടനയുടെ ഭാവനത്തെക്കുറിച്ച് പറയുകയും കോൺഗ്രസ് ആടിക്കളിക്കുന്നു പറയുകയും ചെയ്യുന്നത് വളരെ വിചിത്രമായിരിക്കുന്നു. അരിയാഹാരം കഴിക്കുന്ന കേരളീയർ നിങ്ങളുടെ വാദം നിരാകരിക്കും. ഏപ്രിൽ 26-ന് അത് നടക്കും. ജൂൺ 4-ന് ഫലപ്രഖ്യാപനം നടക്കുന്നു. അത് വ്യക്തമാകുന്ന എനിക്ക് പറയാനുള്ളത്. ലോക്സഭാ ഇലക്ഷൻ ആണെങ്കിലും പ്രധാന വിഷയം അതാണെങ്കിലും ഈ ഇലക്ഷൻ നടക്കുന്നത് എല്ലായിടത്തും നടക്കുന്ന പോലെ കേരളത്തിൽ നടക്കുകയല്ലേ. കേരളത്തിലെ കാര്യങ്ങൾ മറക്കാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് കേരളം അറിയപ്പെടുന്നത്. ലോകം മുഴുവൻ ഗോഡ്സ് ഓൺ കൺട്രി. ആ ഗോഡ്സ് ഓൺ കൺട്രിയുടെ സ്ഥിതി എന്താണ് ഗോഡ്സ് ഓൺ കൺട്രി ഇന്ന്? തകർത്ത് തരിപ്പണമാക്കിയില്ലേ, നശിപ്പിച്ചില്ലേ? ഈസ്റ്ററും പെരുന്നാളും വിഷുവുമെല്ലാം ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ മലയാളി കുടുംബങ്ങളിൽ മഹാഭൂരിപക്ഷം ഇന്ന് വിഷമിക്കുകയല്ലേ പ്രയാസങ്ങൾ കൊണ്ട്. എല്ലാ മേഖലയും തകർത്ത് കളഞ്ഞില്ലേ? കേരളത്തിൽ നട്ടല്ലായ കാർഷിക മേഖല തകർത്ത് കളഞ്ഞു. കാർഷിക മേഖല പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. റബ്ബറും നെല്ലും നാളികേരവും എല്ലാം ആ മേഖല തകർന്നു. ഇന്ന് മലയോരങ്ങളിൽ ജനങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം കേരളത്തിൽ മാത്രമേ വരാറുള്ളൂ. കേരളത്തിലെ കാടുകളിൽ മാത്രമേ വന്യമൃഗങ്ങളുള്ളൂ. തമിഴ്നാട്ടിലില്ലേ? കർണാടകത്തിലില്ലേ? 90% കാടുകളുള്ള സ്റ്റേറ്റുകൾ ഇന്ത്യയിലില്ലേ? അവിടെ ഒന്നും ഇത്രയേറെ ഭീകരമായ അന്തരീക്ഷമില്ലല്ലോ. അവിടെ ഒന്നും ഇത്രയേറെ വന്യമൃഗ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നില്ലല്ലോ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരാറുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് പരിസ്ഥിതി വരുന്ന മാറ്റങ്ങൾ ധരിച്ചിട്ട് വന്യമൃഗങ്ങൾക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ, കാലെക്കൂട്ടി പഠിക്കാനുള്ള ദീർഘവീക്ഷണം കാണിച്ചില്ല. മറ്റൊരു സംശയം കൂടി എനിക്കുണ്ട്. വനമേഖലയിൽ താമസിക്കുന്ന കൃഷിക്കാർ വന്യമൃഗങ്ങളെ ഭയന്ന് വേണമെങ്കിൽ ഓടിപ്പോകട്ടെ എന്നുകൂടി ദുഷ്ടലാക്കുകൂടി ഇതിന് പിന്നിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. 8 വർഷമായി തുടർന്നിട്ടും തടയാൻ നടപടി സ്വീകരിക്കാത്തത് വനം വകുപ്പിൻ്റെ ദുഷ്ടലാക്കുണ്ടോ? മലയോര കൃഷിക്കാരെ അവരുടെ പാർപ്പിടങ്ങളിൽ നിന്ന് ഓടിച്ചെടുക്കാനുള്ള ആഴ്ചയുണ്ടോ? കാരണം ഇന്ന് കേരളമൊട്ടാകെ മലയോരങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങൾ എല്ലാം ഉപേക്ഷിച്ച്, കിടപ്പാട് ഉപേക്ഷിച്ച്, വീട് ഉപേക്ഷിച്ച് മറ്റു പ്രദേശങ്ങളിലേക്ക് താമസം മാറ്റുകയാണ്. ഇതൊന്നും ജനങ്ങൾ മറക്കില്ല. പരമ്പരാഗത വ്യവസായങ്ങൾ മുഴുവൻ തകർത്തില്ലേ? കയറും കശുവണ്ടിയും കൈത്തറിയും മത്സ്യബന്ധനവും തീരദേശത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വരെ കാശ്മീരിന് വേണ്ടി പോവുകയാണ്. ഇറാനിലും തൈവാനിലുമെല്ലാം കോൺട്രാക്ടർമാർ പറഞ്ഞിട്ട് അവിടെ പോയി മത്സ്യബന്ധനത്തിൽ പോവുകയാണ്. പരമ്പരാഗത മേഖല തകർന്നു. ചെറുപ്പക്കാരുടെ ഒഴുക്കാണ്. പണ്ടും മലയാളികൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകാറുണ്ട്, ലോകത്തേക്ക് പോകാറുണ്ട്. പക്ഷേ ഇതുപോലെ ഒഴുക്കുണ്ടോ? കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെറുപ്പക്കാർ ഒഴുകുകയാണ്. ഇനി കേരളത്തിൽ ജീവിച്ചിട്ട് കാര്യമില്ല. പ്രതീക്ഷ നശിച്ചിട്ട് ലോണെടുത്തും കടം വാങ്ങിയും ഓടുകയാണ് എൻ്റെ ആളുകളിലേക്ക്. എല്ലാവരും രക്ഷപ്പെടുന്നില്ല. വല്ലതും പോയി അവിടെ പോയി വല്ലാതെ വിഷമിക്കുന്നുണ്ട്. എന്നാലും കേരളം വിടുകയാണ്. ഇത്രയേറെ ചെറുപ്പക്കാരുടെ ഒഴുക്ക് നിരന്തരമായി ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നു കേരളം? മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു ചെറുപ്പക്കാരുടെ ഒഴുക്ക് തരാൻ വേണ്ടിയിട്ട്? ഇങ്ങനെ പോയാൽ
എനിക്ക് എന്നെ സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ച് ബഹുമാനമാണ്. അവർ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ വലിയ പങ്കുവയ്ക്കുന്നത്. പക്ഷേ കുറേ വർഷം കഴിയുമ്പോൾ കേരളം അന്യസംസ്ഥാന തൊഴിലാളികളുടെ മാത്രം അവർ മാത്രം പണിയെടുക്കുന്ന സ്വദേശമായിട്ട് മാറിയാൽ കേരളം മലയാളികളുടെ നാടെന്ന് പണ്ട് EMS എഴുതിയ ലേഖനത്തിന് പുസ്തകത്തിന് എന്തെങ്കിലും വിലയുണ്ടാകുമോ? തകർക്കല്ലേ കേരളം. ജനങ്ങളാകെ പ്രയാസപ്പെടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ടേ? പല ഘടകങ്ങളുള്ള പ്രയാസമുണ്ട്. പണ്ടൊക്കെ ഇന്ത്യ ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും സാമ്പത്തിക പ്രയാസം ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യുക ആസ്റ്ററിറ്റി മെഷേഴ്സാണ്. ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ കൂടെ ഗവൺമെൻറ്റും കഷ്ടപ്പെടണ്ടേ, മന്ത്രിമാരും കഷ്ടപ്പെടണ്ടേ? മുണ്ട് മുറിക്കൊടുക്കുക എന്നുള്ള നാടൻ പ്രയോഗമാണ്. ജനങ്ങൾ കഷ്ടപ്പെടുന്നു, മന്ത്രിമാരും ഭരണക്കാരും ദൂർത്തടിക്കുന്നു. ദൂർത്തോട് ദൂർത്ത്, ആർഭാടത്തോട് ആർഭാടം. ഇതാണ് കേരളം. കോളേജ് പോകുമ്പോൾ ദേശീയ രാഷ്ട്രീയം മാത്രമല്ല കേരളത്തിൻ്റെ ഈ തകർച്ച വോട്ടർമാർ ഓർത്തിരിക്കും. ഏറ്റവും വലിയ അവസ്ഥ ഉണ്ടായ തുടർ ഭരണം കൊടുത്തതാണ്. ആ തുടർ ഭരണത്തിന് ദുരന്തം ഇന്ന് കേരളം അനുഭവിക്കുകയാണ്. ഈ മെയ് മാസമാകുമ്പോൾ ഈ ഗവൺമെൻറ് വന്ന് 8 വർഷമാകാൻ പോവുകയാണ്. പാപ്പരായി കേരളം കടക്കണിയിലാണ്. 2026 ഭരണമാറ്റം ഉണ്ടായാലും വരാൻ പോകുന്ന പുതിയ ഗവൺമെൻറ്റിനെ, UDF ഗവൺമെൻറ്റിനെ പെട്ടെന്നൊന്നും കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല.